Hello, hi, dear friends. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ടെറസ് കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ വേറൊരു സന്തോഷമാണ്. കൊച്ചടുക്കളയിൽ അത് മറ്റൊരു ഗൃഹാതുരത്വം, ഇത് വേറൊരു സ്റ്റൈലിൽ നമുക്കൊരു സന്തോഷം ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വെച്ചൊരു പ്യുവർ കുക്കിംഗ് വ്ളോഗാണിത്. പാചകം മാത്രം, കത്തിയൊന്നുമില്ല. കുറേ നാളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പുഡിങ്സ് ചേച്ചി കാണിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വെച്ചൊരു പുഡിങ് തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാനുമായിട്ടാണ് വന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കാര്യം ഞാൻ പുഡിങ് എടുക്കുന്നു, അത് നിങ്ങൾ ഇന്ന് കാണുന്നു. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഓറഞ്ച് സൂഫ്ലേ എന്ന് തന്നെ പറയാം. ഒരു സൂഫ്ലേ പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ മെത്തേഡ്. പ്യുവർ ഓറഞ്ച് ജ്യൂസിലും ചെയ്യാം. പിന്നെ എപ്പോഴും നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യണേ, ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ സ്ക്വാഷ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടാങ് പോലെയുള്ള കാര്യങ്ങളില്ലേ, ടാങ് അങ്ങനത്തെ എന്തെങ്കിലും പൊടിയില്ലേ, മറ്റേ എന്താ പറയുക, ഓറഞ്ച് ഫ്ലേവേർഡ് പൗഡേർഡ് ഫോമിൽ കിട്ടുന്നത്, അത് വെള്ളത്തിൽ കലക്കുമ്പോൾ അത് ജ്യൂസ് ആകുമല്ലോ, സ്ക്വാഷ് പോലെ. അതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ നോക്കിക്കോളൂ, ഞാൻ തുടങ്ങാൻ പോണു. കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ഇതിലിപ്പോൾ ഞാൻ മുട്ടയുടെ വൈറ്റ് ചേർക്കുന്നുണ്ട്. പക്ഷേ മുട്ട ഇല്ലാണ്ട് പ്യുവർ വെജായിട്ട് ചെയ്യുന്നവർ ആ ഭാഗം ഒഴിവാക്കിയാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് തുടങ്ങാം. അതായത് ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇതൊരു ഓറഞ്ച് ഫ്ലേവേർഡ് പൗഡറാണ്, ഡ്രിങ്ക് മിക്സ്, അത് ചേർക്കാം. അപ്പോൾ ഒരു സ്ക്വാഷ് ആക്കി എടുക്കുന്നു. ഓക്കെ, ഐസ് വാട്ടർ ആണെങ്കിൽ കൂടുതൽ നല്ലത്. എത്ര ഫ്ലേവർ വേണമെന്ന് നോക്കിയിട്ട് 1 കപ്പ് വെള്ളത്തിന് ആവശ്യമുള്ള. ഇതിപ്പോൾ നല്ലൊരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് പോലെ തന്നെ ഇരിക്കും, ഓറഞ്ച് പിഴിഞ്ഞെടുത്ത പോലെ തന്നെ നല്ലൊരു സ്ക്വാഷ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ടാങ് വാങ്ങി കലക്കിയാൽ മതി. അത് ചെറിയ പാക്കറ്റിലും കിട്ടുമല്ലോ, ചെറിയ പാക്കറ്റ്സിൽ. ഇതിപ്പോൾ 1 ഗ്ലാസിൻ്റെ കാര്യമുള്ളൂ. ഇപ്പോൾ നല്ല അലിയുന്നവരെ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു സൈഡിൽ ഇത് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഉണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഐസ് വാട്ടറും കൂടി ഒഴിച്ച് വെക്കാം. ഇതൊന്ന് കുതിരട്ടെ. ജലാറ്റിൻ കുതിർന്ന് റെഡിയായി വരട്ടെ. ഐസ് വാട്ടർ തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതും ഐസ് വാട്ടർ ആണെങ്കിൽ കൂടുതൽ നല്ലത്. കലക്കി എടുക്കുമ്പോൾ ഈ 2 കാര്യങ്ങളുമാണ് ആദ്യം ചെയ്യേണ്ടത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓറഞ്ച് സ്ക്വാഷ്, പലതരം സ്ക്വാഷ് കിട്ടും. അത് പിന്നെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കാറുണ്ട്. ഈ കിസാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബ്രാൻഡ്, പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ലോ. പണ്ട് പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരാണ് ടാങ്ക് എല്ലാം കൊണ്ടുവരുന്നത്. ടാങ്ക് കൊണ്ടുവരുമ്പോൾ അതൊരു വളരെ ഒരു സ്പെഷ്യൽ ഡെലിക്കസി പോലെയായിരുന്നു. ഇപ്പോൾ ടാങ്ക് എന്ന് പറയുന്ന കാര്യമൊക്കെ എല്ലായിടത്തും നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടുന്ന ഒരു എന്താ പറയുക, ഓറഞ്ച് ഫ്ലേവേർഡ് അല്ലെങ്കിൽ പല ഫ്ലേവേഴ്സിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ സ്ട്രോബെറി, ലെമൺ, ഇതിൽ. അപ്പോൾ നല്ലൊരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ആ ഇഫക്റ്റ് കിട്ടും. അതിങ്ങനെ പൊടിയായിട്ടല്ലേ കിട്ടുന്നത്. അത് വാങ്ങിച്ച ആവശ്യാനുസരണം നമുക്ക് വെള്ളത്തിൽ കലക്കി ഐസ് ക്യൂബ്സ് ഇട്ട് കഴിക്കാം, അല്ലെങ്കിൽ കലക്കി വെച്ചിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എളുപ്പമായി. ജലാറ്റിൻ ഉരുകും. ഇത് റെഡി ആയിരിക്കുവാണ്. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. മിക്സ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്നു. അതൊന്ന് സെറ്റാകാനായിട്ട്. സെറ്റായി എടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ബൈ ദ ടൈം കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി നമ്മൾ റെഡിയാക്കണം. ഇനി വിപ്പിംഗ് ക്രീം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധാരണ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്താലും മതി. എങ്കിലും വിപ്പിംഗ് ക്രീമിൻ്റെ ടെക്സ്ചർ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ അത്രയും വരില്ല, ബട്ട് ഈവൻ ദെൻ ഓക്കെയാണ്. പിന്നെ 2 മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു മുട്ടയുടെ വൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷെ അത് ചേർക്കുമ്പോൾ ആ സൂഫ്ലയുടെ ടെക്സ്ചർ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാം. ജലറ്റ് നല്ല കുതിർന്ന് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക്, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്, വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ജസ്റ്റ് നോക്കിക്കോളൂ. ഉരുകി തുടങ്ങി. പെട്ടെന്ന് തന്നെ ആകും. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ജലാറ്റിൻ ഉരുക്കുന്നത്, ചൈന ഗ്രാസ് ഉരുക്കുന്നത്, സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞു, ഇത്ര ആവശ്യമുള്ളൂ. ഇനി ഈ ജലാറ്റിൻ നമ്മൾ ഓറഞ്ച് ജ്യൂസിൻ്റെ മുകളിലായിട്ട് ഒഴിക്കണം. ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി ഞാനിത് ഫ്രീസറിലേക്ക് വെക്കുന്നു. പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റാകും. സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ വിപ്ഡ് ക്രീം റെഡിയാക്കി കഴിഞ്ഞു. വിപ്പിംഗ് ക്രീം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൗഡർ ഫോമിലെ വിപ്ഡ് ക്രീം ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഐസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് വിപ്പ് ചെയ്തെടുത്തു. അല്ലാതെ ഫ്രോസൺ ആയിട്ട് കിട്ടുന്ന വിപ്ഡ് ക്രീം ആണെങ്കിൽ അതുപോലെ നല്ലതായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. ഫ്രോസൺ ആണെങ്കിൽ 1.5 കപ്പ് എടുക്കുക. പാക്കറ്റിൽ കിട്ടുന്നതാണെങ്കിൽ 2 പാക്കറ്റ് എടുക്കുക. ഓക്കെ, ഈ രീതിയിൽ നല്ലതായിട്ട് ഫ്ലഫി ആക്കി വെച്ചിട്ടുണ്ട്.
ഇതും ഉപയോഗിക്കാം. ഇപ്പോൾ ഏതാണ്ട് ഫ്രീസറിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു എന്താ പറയുക, അത് ഓറഞ്ച് ജെല്ലി എന്ന് തന്നെ പറയാം, അത് സെറ്റായിട്ടുണ്ടാകും. അത് പുറത്തേക്ക് എടുക്കുന്നതിന് മുന്നേ, അത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ അതൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഈ എഗ് വൈറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാൻ പോകും. വിസ്കെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്, വിപ്പിംഗ് ക്രീം എല്ലാം എടുത്തു കഴിഞ്ഞിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇനി അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇത് വാഷ് ചെയ്ത് കുറേ കൂടെ ടൈം കൺസ്യൂം ചെയ്യും. പിന്നെ ഇത് ഭയങ്കര റോ ടേസ്റ്റ് വരുമോയെന്ന് തോന്നണ്ട. അല്ലാണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് എഗ് വൈറ്റ് ചെറിയ ചൂടുവെള്ളത്തിൻ്റെ, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അല്ലാത്ത രീതിയിൽ തന്നെ കിട്ടും. ആ ഒരു റോ എഗ് വൈറ്റ് ചേർക്കുന്നതിൻ്റെ ദോഷമൊന്നും ഉണ്ടാകില്ല. വിദേശത്തൊക്കെ ആണെങ്കിൽ പാസ്ചറൈസ്ഡ് എഗ്ഗാണ് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നാട്ടിലും ഇപ്പോൾ അങ്ങനത്തെ കിട്ടുന്നുണ്ട്. അപ്പോൾ പാസ്ചറൈസ്ഡ് എഗ്ഗൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, എഗ് വൈറ്റിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസിന് വേണ്ടി എഗ് വൈറ്റ് ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ അടിയിൽ ചൂടുവെള്ളം, മേളിൽ പാത്രം വയ്ക്കുക, എന്നിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് നന്നായി ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും. പാത്രം വളരെ ക്ലീൻ ആയിരിക്കണം, ആൻഡ് വിസ്കും ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഒരു റോ എഗ് ടേസ്റ്റ് വരില്ല. അപ്പോൾ അത് ആ പേടി വേണ്ട, ഒരു പാസ്ചറൈസ്ഡ് എഗ്ഗിൻ്റെ തന്നെ ഇഫക്റ്റ് നമുക്ക് കിട്ടും. യെസ്, ദിസ് ഇസ് ഓക്കെ, സെറ്റായി. ഇനി എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതും അതായത് ഓക്കെ ഓറഞ്ച് ജെല്ലി കണ്ടോ സെറ്റായിരിക്കുകയാണ്. ഇങ്ങനെ അത് കുലുങ്ങുന്നുണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കാര്യങ്ങൾ ചേർക്കാം. ദാറ്റ് ഈസ്, ഇതൊരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗറാണ്, പൊടിച്ച പഞ്ചസാര. അതും ഇതും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്കാണ് നമ്മൾ ആദ്യം വിപ്ഡ് ക്രീം ചേർക്കുന്നു, അത് കഴിഞ്ഞിട്ട് എഗ് വൈറ്റ്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിപ്ഡ് ക്രീം. ഇതിനൊരു നാച്ചുറൽ ഒരു ലൈറ്റ് ഒരു ഓറഞ്ച് കളറേ കിട്ടുള്ളൂ, വളരെ ലൈറ്റ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഓറഞ്ച് സൂഫ്ലേ എന്ന് പറയുമ്പോൾ ഒരു കളർ കിട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഒരു ഓറഞ്ച് റെഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ, യാതൊരു നിർബന്ധമില്ല കേട്ടോ ചേർക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ ബേൺഡ് ഓറഞ്ച് കളറാണ് കിട്ടിയിരിക്കുന്നത്. അല്പം ഒന്ന് ചേർക്കുന്നു. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടോപ്പിൻ്റെ കളറാണ് ഇപ്പോൾ ഇതിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയായി. ഇനി നമ്മളിതിലേക്ക് ഇത് മാത്രം മതി, ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാം. ദാറ്റ്സ് വൺ തിങ്. അത് പ്യുവർ വെജ്. ഇനി ഇത് മുട്ടയുടെ വൈറ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർക്കാം. ഇത് ഫോൾഡിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കുറച്ചുകൂടി ഒരു ഫ്ലഫി ആയിട്ട് വരും. നമ്മൾ എഗ് വൈറ്റ് ഇങ്ങനെ ഫോൾഡിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, കുറച്ചുകൂടി ഒരു ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് മാറും. അപ്പോൾ സൂഫ്ലേ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആൻഡ് ഫ്ലഫി ആണ്. ഏതാണ്ട് ആ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ എഗ് വൈറ്റ് ചേർക്കുമ്പോഴാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. ഒരു കൺവെൻഷണൽ രീതിയിൽ ചെയ്യുമ്പോൾ എഗ് വൈറ്റൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു സൂഫ്ലേ ടെക്സ്ചർ വരും. ഇത് ബേക്ക്ഡ് സൂഫ്ലേ അല്ല, അല്ലാണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സൂഫ്ലേ. നല്ലൊരു ഓറഞ്ച് ഫ്ലേവർ എല്ലാം ഉണ്ട്, ഓറഞ്ചിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ വരും. എങ്കിലും ഒരു മണം കൂടുതൽ കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ച് എസൻസ്. അപ്പോൾ കുറച്ചുകൂടി ഫ്ലേവർഫുള്ളായിരിക്കും കാര്യങ്ങൾ. പിന്നെ ഫോൾഡ് ഇൻ ചെയ്തിട്ടുണ്ട് എഗ് വൈറ്റ്. നല്ല ഓറഞ്ചിൻ്റെ മണം. ഇതിലിനി വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ കാര്യങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എസൻസും വേണ്ട, പിന്നെന്താ നമ്മൾ കളറും ചേർക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റുന്നു, സിമ്പിൾ. ആ ടെക്സ്ചർ നോക്കിക്കോളൂ, നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി. ഇതാണ് നമ്മുടെ ഓറഞ്ച് സൂഫ്ലേ. ഈസി വേ. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. എന്തെങ്കിലും ഒരു അലങ്കാരം വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് സ്ലൈസസ് വെച്ച്, മോസംബി അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യും.
കൂടുതൽ ഞാൻ കുളമാക്കുന്നില്ല, ഇത്രയും മതി. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ഓറഞ്ച് സൂഫ്ലേ ഈസ് റെഡി. ചെറിയ അലങ്കാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഓറഞ്ച് അല്ല, മൂസമ്പി വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഓറഞ്ച് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ഓറഞ്ച് കളർ കിട്ടും. ഇത് കുറച്ചുകൂടി എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളൊരു ലൈറ്റ് കളറാണ് കൊടുത്തത്. അപ്പോൾ ഈ കളർ കൊടുക്കൽ ഓപ്ഷണൽ, പിന്നെ എസൻസ് ചേർക്കുന്നത് ഓപ്ഷണൽ. നമുക്ക് നാച്ചുറലായിട്ട് ഓറഞ്ചിൻ്റെ മാത്രം മതി. പിന്നെ ഓറഞ്ച് സ്ക്വാഷിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ടാങ്കെല്ലാം കലക്കിയല്ലേ ചെയ്യുന്നത്, അതുപോലെ പൗഡർ. അല്ല, നിങ്ങൾക്ക് ഒറിജിനൽ ഓറഞ്ച് ജ്യൂസിൽ വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. കയ്യിൽ അവൈലബിൾ ആണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. നല്ലൊരു എക്സോട്ടിക് പുഡിങ് പോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു സ്ക്വയർ പാത്രത്തിൽ മറ്റേ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് തീന്മേശ പുറത്ത് വയ്ക്കുമ്പോൾ ഗംഭീരമായിരിക്കും. അപ്പം ഇതിന് ഞാൻ സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സ്ക്വയർസ് ആയിട്ട് നല്ല ഫ്ലഫി, അറിയാമല്ലോ സൂഫ്ലയുടെ ടെക്സ്ചർ, അങ്ങനെ തന്നെ കിട്ടും ഓറഞ്ച് സൂഫ്ലേ. പെട്ടെന്ന് ആകണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വയ്ക്കുക, അല്ലെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ഒന്ന് ക്ലിങ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്തിട്ട് വയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് കാണിക്കാനൊന്നും നിവർത്തിയില്ല, കട്ട് ചെയ്ത് കാണിക്കാനും, കാര്യം അത് ടൈം എടുക്കും. ഞാനിപ്പോൾ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അതാണ് ചെയ്ത് നോക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ റിസൾട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. കുറേ നാളായി ഒരു പുഡിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ആ ഒരു റെസിപ്പി. അപ്പോൾ താങ്ക് യു സോ മച്ച്. കമൻറ്റ് ബോക്സിലേക്ക് വരിക, അഭിപ്രായങ്ങൾ പറയുക, പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ടും ഫീഡ്ബാക്ക് തരണം, മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് Lakshmi Nair Vlogs. Love you all.